അതായത് 2 ഫ്ലാറ്റുകളിൽ മാത്രമാണ് ഈ പരിശോധന നടന്നത്. മറ്റൊന്ന് ഇപ്പം നമ്മൾ ലെവിൻ പോയി അന്വേഷിച്ചത് 2 ഫ്ലാറ്റുകളിലാണ്. അവിടെ നിന്ന് മാത്രമാണ് ഇത്രയധികം വോട്ടുകൾ. ഒരിടത്ത് 45 വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് പരിശോധിച്ചാൽ തൃശ്ശൂരിൽ എത്ര ഫ്ലാറ്റുകളുണ്ട്? ഇപ്പോൾ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചെന്ന് പറയുന്നത് ഫ്ലാറ്റുകൾ മാത്രം ആയിക്കൊള്ളണമെന്നില്ല. അത്ര സൂക്ഷ്മമായി പരിശോധിച്ചാൽ അപ്പോൾ ധാരാളം ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റുകളെല്ലാം കേന്ദ്രീകരിച്ച് ഈ മട്ടിൽ വോട്ട് ചേർത്തിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം സ്വാഭാവികമായും അത് പക്ഷേ ഈ കർണാടകത്തിലൊക്കെ ചെയ്തതുപോലെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ചെയ്തതുപോലെയോ അത്ര എളുപ്പമായിരിക്കുകയുമില്ല BJPക്ക് ഇപ്പോൾ തൃശ്ശൂർ ചേർക്കുക എന്നുള്ളത്. കേരളത്തിൽ എപ്പോഴും വോട്ടർ പട്ടിക വെച്ച് സൂക്ഷ്മമായ ഒരു പരിശോധന രാഷ്ട്രീയ പാർട്ടികൾ നടത്താറുണ്ട്. പക്ഷേ ഇവിടെ അത് നടക്കാതെ പോയതിന് കാരണം അതാണ് ഈ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് എന്നുള്ള ആരോപണത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാമല്ലോ സനീഷ്, ഇതിപ്പോൾ എല്ലാ ഫ്ലാറ്റുകളിൽ ഓരോ ഫ്ലാറ്റിലും താമസിക്കുന്നത് ആരാണ് എന്ന് അവിടെ വന്ന് പരിശോധിക്കുന്ന ഒരു പരിപാടി പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തകർക്കില്ല. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇവിടെ വോട്ട് ചേർക്കാൻ എളുപ്പമാണ്. കാരണം അവിടെ ആരാണ് താമസിക്കുന്നത് നമുക്കറിയില്ല, എത്ര പേരുണ്ടെന്നറിയില്ല, അയൽവാസികൾക്ക് പോലും കൃത്യമായിട്ട് അടുത്ത ഫ്ലാറ്റിൽ എത്ര പേർ താമസിക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന ഒരു സാഹചര്യമില്ല.